1 കപ്പ് റവ ഞാനിവിടെ എടുത്ത് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് അതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിലങ്ങോട്ട് കുതിരാനായിട്ട് വെക്കാം. ഇങ്ങോട്ട് 5 മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചോറ് കൂടെ ഇടണം. ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം. ഒരു ചോറെടുക്കുമ്പോൾ ഏത് ചോറായാലും മതി. ഇപ്പോൾ റവ ഒന്ന് കുതിരുന്നത് കാര്യത്തിൽ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പം തരിയില്ലാത്ത റവയാണ്. തരിയില്ലാത്ത റവയാണെങ്കിൽ കൂടുതൽ സമയം വെച്ച് കുതിർത്തെടുക്കണം. എന്നിട്ട് വേണം അരയ്ക്കാൻ. അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. റവയും ചോറും കൂടെ നമ്മൾ ആദ്യമേ ഒന്ന് അരച്ചിട്ട് നമ്മൾ ആ ഇഡ്ഡലിയുടെ പരുവത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചിയും പച്ചമുളകും ഉപ്പും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ മാവ് അരയ്ക്കുമ്പോഴത്തേക്ക് ആദ്യമേ റവ കുതിർക്കാൻ വയ്ക്കുന്ന വെള്ളത്തിൽ തന്നെ ചോറും ഇട്ട് ഒരു പ്രാവശ്യം അരച്ചിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇഡ്ഡലിയുടെ പരുവത്തിൽ അരച്ചെടുക്കണം. ഇനി ഇഡ്ഡലി തട്ടിൽ ആവശ്യത്തിന് എണ്ണ തടവിയിട്ട് നമുക്കത് ഇഡ്ഡലിക്ക് കോരി ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വേവിക്കാം. അപ്പോൾ നമ്മളെ സോഫ്റ്റ് ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ നമ്മൾ കൂടുതൽ ബുദ്ധിമുട്ടണ്ട. ഇത് രാവിലെ കാപ്പിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചിരി റവ എടുത്ത് വെള്ളത്തിൽ ഇട്ട് കുതിർത്തതിന് ശേഷം ഇതുപോലെ അരച്ചെടുക്കാം. ചോറും ചേർത്ത് ആദ്യമേ റവയും കുതിർക്കുന്ന വെള്ളത്തിൽ തന്നെ ആ ചോറൂടെ ഒന്ന് അരച്ചിട്ട് ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഞാൻ ഇച്ചിരി സോഡാപ്പൊടി ചേർത്തായിരുന്നു. അത് നമ്മളിപ്പോൾ പറയാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോഡാപ്പൊടി ഇച്ചിരി ചേർത്തിട്ടുണ്ട്. അത് ഉപ്പ് ചേർത്തപ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല. അതൊക്കെ ചേർത്ത സമയത്ത് ചിലപ്പോൾ ഈ നല്ല ഇഡ്ഡലി ഇതുപോലെ നമുക്ക് അത്യാവശ്യമുള്ളപ്പോഴൊക്കെ തയ്യാറാക്കി എടുക്കാം. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.